സോ മാം, ഇതാണ് മാമിൻ്റെ തെറാപ്പി റൂം. മാമിന് ഫ്രഷപ്പ് ആവുന്നതിന് വാഷ്റൂം ഉണ്ട്. ഇതാണ് മാമിൻ്റെ അയ്യോ, ഇതിപ്പോൾ നീയാണല്ലേ, ആളാണെങ്കിൽ വേറെ. പക്ഷേ ഈ ഡയലോഗ് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് ഒരു 4-5 സെൻറ്റൻസാണ് ഞാൻ പറയണത്. അപ്പോൾ അതും ഞാൻ ഫസ്റ്റ് കോമ്പിനേഷൻ ഈ ഡയലോഗ് പറയുന്നൊരു സീനിയർ രാഹുൽ മാധവനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ടേക്ക് പോയി, എനിക്കിത് പറയാൻ കിട്ടണം, എനിക്ക് വെപ്രാളം വരും, തെറ്റണു. 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് എനിക്ക് പേടിയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ കാരണം ഇയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, ഇവർക്ക് ദേഷ്യം വരില്ലേ? പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ടായില്ല. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ കുഴപ്പമില്ല, നീ ടെൻഷൻ ആവണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി. അപ്പോൾ സാറും പറഞ്ഞു, നീ പേടിക്കേണ്ട, നമുക്ക് ഇത്രയും സമയമുണ്ട്, നീ ടൈം എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനും രാധികയും പൂജിതയ്ക്കാണ് ഫുൾ അലമ്പിൻ്റെ ആൾക്കാർ, ഫുൾ ഒച്ചപ്പാട് ബഹളം, ഞങ്ങൾ ചിരിക്കാൻ അട്ടഹാസം ഇരിക്കും. ഒരു ദിവസം മുകളിൽ ഷൂട്ട് നടക്കണം, അപ്പം ഞങ്ങൾ താഴെ നിന്ന് പാമ്പും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ എന്തോ ലുഡോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളൊന്ന് ചിരിച്ച് ഭയങ്കര അട്ടഹാസമായി. അതായത് സാർ അവിടെ നിന്ന് ഒന്നും മിണ്ടാണ്ടിരിക്കും, അതൊന്ന് തീർത്തോട്ടെ. ഓ സോറി സാർ. ഹായ്, ഹലോ, നമസ്കാരം. സ്പാ എന്ന സിനിമയിലൂടെ പുതിയൊരു താരം കൂടി മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്, ശ്രീലക്ഷ്മി ഭട്ട്. നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ശ്രീലക്ഷ്മി, ഞാനിപ്പോൾ സ്പാ സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറേ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളുടെ അല്ലെങ്കിൽ സ്പാ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിശേഷം എന്ന് പറയുന്നത് സ്പാ തന്നെയാണ്. ശ്രീലക്ഷ്മിയുടെ ഒരു ആദ്യ സിനിമ കൂടിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു സിനിമ ഇറങ്ങിയുള്ള ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു സ്റ്റാർട്ടിങ് വന്നൊരു സമയം ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച, കറക്റ്റ് ഇപ്പോൾ ഒരാഴ്ചയായി ഇന്നത്തേക്ക്. അപ്പോൾ ആളുകളുടെ റെസ്പോൺസും ഭയങ്കര എന്താ പറയുക, നല്ല റെസ്പോൺസുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്തോ അത്രത്തോളം തന്നെ കാണുന്ന ആളുകളും എൻജോയ് ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം എന്താ, ഫുൾ ക്രൗഡിൻ്റെ കൂടെ എല്ലാവരും ഇപ്പോൾ ചെറിയ തമാശയ്ക്ക് പോലും എന്താ പറയുക, ഭയങ്കര പൊട്ടിച്ചിരിയാണ് തിയേറ്റർ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ എൻജോയ് ചെയ്ത പോലെ അവർ എൻജോയ് ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷം. അതെ. അപ്പോൾ ഇതിനു മുൻപ് മറിമായത്തിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് മറിമായം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സിറ്റ്കോം സീരിയലാണ്. അപ്പോൾ ആ മറിമായത്തിൽ നിന്ന് സിനിമയിലോട്ട് വരികയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പാ എന്ന് പറഞ്ഞ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ ഫസ്റ്റ് മറിമായത്ത് വന്നത് പറയാം. ഇതിൽ വിനോദ് കോവൂരുണ്ടല്ലോ, വിനോദേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ സ്നേഹിച്ചിരിക്കാൻ വരാൻ പറ്റിയില്ല. ഒരു പകരം പെട്ടെന്ന് ആളെ അന്വേഷിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കി വരാം എന്ന് ഞാൻ ചെല്ലുന്നു. അങ്ങനെയാണ് മറിമായത്തിലേക്ക് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അന്ന് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഷൈൻജാനെ 2 തവണ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ചാൻസ് ചോദിക്കുമല്ലോ, ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചു, സാർ ഒരു എന്തെങ്കിലും എനിക്ക് പറ്റിയ വേഷമേ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാൾ സാർ വിളിച്ചു, ഇങ്ങനെ നീ ഫ്രീ ആണെങ്കിൽ വായു എന്നൊരു വിളിച്ചു. അപ്പോൾ ഓഡീഷൻ പോലെ ജസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സാറ് നമുക്ക് സെറ്റിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ സെറ്റിലേക്ക് ചെല്ലുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാനിതിൽ ഇന്നായി എന്ന് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറിമായതിൻ്റെ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഓഡീഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു എന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്പായിലെത്തി. പക്ഷെ സ്പാല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റുകളുടെ സ്പാ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണെങ്കിലും അതിൽ എപ്പോഴും വേണ്ട ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും സ്പാലായാലും ബ്യൂട്ടി പാർലറിലായാലും കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വെൽക്കമിങ് ചെയ്യുന്നവരാണ് ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ആ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ പക്ക നമ്മൾ എങ്ങനെയാണോ ഒരു ബ്യൂട്ടി പാർലറിൽ സ്പാല് പോകുന്ന സമയത്ത് അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മറിമായത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. അത് ആക്ച്വലി ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഇതുള്ളത്, ഞാൻ ഓൾറെഡി ആ സിനിമയിൽ പറയുന്നുണ്ട്, ഞാനവിടെ സാർ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ, 1 മാസം ആവുന്നുള്ളൂ എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സാറ് പറയുന്നത് മാത്രം എനിക്ക് ചെയ്താൽ മതി. ഞാൻ എന്താ കൂടുതൽ അഭിനയിച്ച് തകർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതിൽ ചെയ്യാനായിട്ട്. പിന്നെ മറിമായത്തിൽ വന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇത്രയും വലിയ ക്രൂവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, മറ്റേ കോമ്പിനേഷൻ വരുമ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ക്യാമറേനെ ഫേസ് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് കുറച്ച് പഠിച്ചു വന്നേക്കണ കാരണം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ല, പൊതുവേ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. മുൻപൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യ സിനിമ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെന്താ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിലത്തെ ഒരു ഗേൾസ് ഗ്യാങ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെല്ലണ ദിവസം തൊട്ട് ഇവരുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം തൊട്ടേ ഇവരായിട്ട് ഭയങ്കര കമ്പനി, എല്ലാവരും നമ്മളുടെ ഏജ് ഗ്രൂപ്പ് തന്നെ. അപ്പോൾ അപ്പത്തോട്ട് നമ്മൾ ഫുൾ കമ്പനിയായി കുറേ ഫുഡ് വാങ്ങിക്കും, അതിരുന്ന് കഴിക്കും, കുറേ വർത്താനം പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കംഫർട്ട് സ്റ്റാർട്ടിങ് തൊട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള എല്ലാം സീനിയർ ആക്ടേഴ്സാണ്. പക്ഷെ അവരൊക്കെ എന്താ പറയുക, ഇപ്പോൾ ദിനേശ് ചേട്ടനാണെങ്കിൽ നമ്മളടുത്ത് എപ്പോഴും വന്നിരിക്കും, സംസാരിക്കും, പണ്ടത്തെ കഥകളൊക്കെ ഇരുന്ന് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ടേ നമുക്ക് ഭയങ്കര കംഫർട്ട് ആയതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല.
എന്നാലും എന്റെ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ സീനിയർ ആക്ടറിനായിട്ട് കോമ്പിനേഷൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. പേടിച്ചു പോയി. അത് ഞാൻ കുറെ ടേക്ക് എടുത്തു. പക്ഷെ എന്നാലും പിന്നെ ഓക്കെ. പിന്നെ ഓക്കെ ക്രൂ ആയിട്ട് ഒരു യൂസ്ഡ് ആയില്ല ശരിക്കും പറഞ്ഞാൽ. അവരും പറയും കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ ആ ഒരു ഡയലോഗ് തന്നെ ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ മുഴുനീളായിട്ട് ഒരു ഡയലോഗാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ഡയലോഗ് തന്നെ വന്ന് പറയുന്നു, പിന്നെ അധികം സെയിം ഡയലോഗ്. അപ്പൊ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടാവില്ലോ സിനിമയുടെ? എന്താ വെച്ചാൽ ഇപ്പൊ കേൾക്കുമ്പോ നമ്മൾ ഈ സെയിം ഡയലോഗല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. പക്ഷെ ഈ ഡയലോഗ് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇത് ഒരു 4-5 സെന്റൻസ് ആണ് ഞാൻ പറയണത്. അപ്പൊ അതും ഞാൻ ഫസ്റ്റ് കോമ്പിനേഷൻ ഈ ഡയലോഗ് പറയുന്നൊരു സീനിയർ രാഹുൽ മാധവനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ടേക്ക് പോയി, എനിക്കിത് പറയാൻ കിട്ടില്ല, എനിക്ക് വെപ്രാളം വരുന്ന തെറ്റണു. 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് എനിക്ക് പേടിയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ കാരണം ഇയാള് വെയിറ്റ് ചെയ്തിരിക്കല്ലേ, ഇവർക്ക് ദേഷ്യം വരില്ലേ? പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ടായില്ല. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, നീ ടെൻഷൻ ആവണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി. അപ്പോൾ സാറും പറഞ്ഞു നീ പേടിക്കേണ്ട, നമുക്ക് ഇത്രയും സമയമുണ്ട്, നീ ടൈം എടുത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടേക്ക് പോയിക്കുന്നത്. പിന്നെ പ്രശാന്തായിട്ടുള്ള ഒരു കോമ്പിനേഷനും അതും കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സാർ കുറേ എന്നെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് എനിക്ക് പേടിയായി തുടങ്ങിയത്. ദൈവമേ, സാറിന് ദേഷ്യം വരുന്നുണ്ടാവോ, കാരണം ഞാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ സാർ അത് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഇപ്പൊ നേരത്തെ തന്നെ അതിലത്തെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു ഡയറക്ടർ പോലെ അല്ലാതെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ, അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടെ ഇരുത്തി പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് എബ്രിഡ് ഷൈൻ എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എബ്രിഡ് ഷൈനുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത സമയത്ത്? പുള്ളിക്കാരനായിട്ട് വർക്ക് ചെയ്തപ്പോൾ അടിപൊളിയാണ് പുള്ളിക്കാരൻ. ഇപ്പൊ കുറെ പേര് അന്ന് ഇന്റർവ്യൂലൊക്കെ ചോദിച്ചിട്ടുണ്ട് ആളെങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനല്ലേ. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരൻ ഭയങ്കര കാമായിട്ട്, പുള്ളിക്കാരനാണ് അവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ നമുക്കൊരു 1-2 ദിവസം നൈറ്റ് ഒരു 2-3 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 2 മണി മുതൽ ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങളൊക്കെ ഇരുന്നിട്ട് അയ്യോ ഉറക്കം തൂങ്ങിയിട്ട് പാടില്ലേ, വയ്യാണ്ടി. പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴും രാവിലത്തെ 6 മണി പോലെ ഇങ്ങനെ ജിൽ ഓക്കെ അടുത്ത ഷോട്ട് എടുക്കാം, ഇങ്ങനെ ആള് നിൽക്കുക. ആള് ചാടിച്ചാടിയാണ് നിൽക്കുന്നത്. വെളുപ്പിന് 3 മണി ആയാലും പുള്ളിക്കാരൻ ആ ഒരു ഓറയിലാണ് നിൽക്കുന്നത്. നമ്മളെ ചീത്ത പറയുക, ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളെ ഒട്ടും എന്താ പറയുക, അവർ കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരൻ അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരാളെയും എന്താ പറയുക ചീത്ത പറയുകയും പേടിപ്പിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര കൂൾ ആൻഡ് ഹാപ്പി ആയിരുന്നു ആ സെറ്റിൽ. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ കുറേ ചർച്ചകൾ വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ മേഘയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ തന്നെ പറയുന്നത് ഒരു മിക്സഡ് ആയിട്ട് റിവ്യൂസ് വരുന്നുണ്ട് സിനിമയ്ക്ക്. അതായത് പലർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെയാണ്. അതിന്റെ പോസിറ്റീവ് സൈഡും കാണിക്കുന്നുണ്ട്. അതായത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു റെസ്പോൺസിനെ പറ്റി, അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ ഫാമിലി ആയിട്ട് പോകാൻ പറ്റുമോ, അങ്ങനത്തെ തരത്തിലുള്ള പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള അഭിപ്രായങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഇതിൽ ഒരു വൾഗർ സീനോ ഒരു ഇറോട്ടിക് സീനോ ഒന്നും കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇതിൽ ഇപ്പൊ സംസാരിക്കുന്ന ഓരോ വിഷയം കൺവേ ചെയ്യുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറിന് വേണമെങ്കിൽ അത് മോശമായിട്ട് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റി കൊണ്ടുവന്നിട്ട് ഇത് വേണമെങ്കിൽ കൺവേ ചെയ്യാൻ നോക്കാം. പക്ഷെ ഇതില് ഇപ്പൊ വിജയ് മേനോന്റെ സീനാണെന്നുണ്ടെങ്കിൽ പോലും എന്താ പറയാ, ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സാധനം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, ആർട്ടിസ്റ്റുകൾ ഇപ്പൊ മറ്റേ ശ്രീകാന്ത് ഏട്ടനാണെങ്കിലും പ്രശാന്ത് ഏട്ടനാണെങ്കിലും അവരുടെ ഒക്കെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് ദൈവമേ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കുന്നത്, അതിലാണ് ആളുകൾക്ക് കൺവേ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു എന്താ പറയാ ഫാമിലിക്ക് വരാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 18+ കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതെ, എനിക്കും പേഴ്സണലി നമുക്ക് അതായത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണിലുള്ള സിനിമകൾ വരണം. എപ്പോഴും നമ്മൾ കാണുന്നതല്ലാതെ ഒരു തരത്തിലുള്ള ചലഞ്ചിങ് ആണല്ലോ ഒരു സിനിമ ചെയ്യുമ്പോൾ. അതായത് ഇതിൽ പ്രത്യേകിച്ച് എബ്രിഡ് ഷൈൻ പറയുന്നുണ്ട്, എബ്രിഡ് ഷൈൻ്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം പ്രേക്ഷകർക്ക് എന്നുള്ളതാണ് അല്ലേ? അതെ, ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴത്തെ എല്ലാവരും മോഡേൺ ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്. ഇതിപ്പോ എന്താ പറയാ ഫാമിലിക്ക് വരാൻ പറ്റില്ല അങ്ങനെയൊന്നും എനിക്ക്. ഇപ്പൊ പൂജിതയുടെ അമ്മയും ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നിട്ട് ആ മൂവി കണ്ടിട്ടുണ്ടായിരുന്നേ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വർക്കായി എല്ലാവർക്കും. ഇപ്പൊ സാറിന്റെ തന്നെ ഒരു ഫ്രണ്ടിന്റെ അമ്മയും കൂടി ഇരുന്നിട്ടാണ് കണ്ടിരുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫാമിലിക്ക് വരാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വന്ന് ഇപ്പൊ ഏത് സിനിമ ഇറങ്ങിയാലും അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എല്ലാ സിനിമയ്ക്കും വരുന്നത്. അതിപ്പോ വലിയൊരു ആർട്ടിസ്റ്റുകളുടെ സിനിമയായാലും ഈ പറയണം എന്നുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു സ്നീക്ക് പീക്ക് ഇറങ്ങിയ സമയത്ത് അതില് ക്യാമറമാനാണോ ആരോ എന്നറിയില്ല, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ അത് ആ ഷൂട്ട് ചെയ്യുന്ന സെറ്റിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്കൊക്കെ? ചിരിയൊക്കെ വരുമായിരുന്നു? അങ്ങനെ ചിരി വരുമായിരുന്നു. കാരണം ഞാൻ ഇവരുടെ മിക്ക ഷൂട്ടും ഞാൻ അവിടെ ഉണ്ടാവും. നമ്മളുടെ സീൻ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും ഇവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പൊ പ്രശാന്തന്റെ സീനൊക്കെ ഞങ്ങൾ സൈഡിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ മൂക്ക് കൂത്തിയിട്ടിരിക്കണേ, ഇല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവല്ലോ. അതുപോലെ തന്നെ വിനീതേട്ടന്റെ സീനാണെങ്കിലും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടോണ്ടിരിക്കുക. നമ്മളുടെ ഓപ്പോസിറ്റ് വന്നിട്ട് ഈ ആളുടെ സ്ലാങ്ങും കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതായത് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് വിനീതേട്ടന്റെ ക്യാരക്ടറും പിന്നെ അതുപോലെ തന്നെ ദിനേശന്റെ ക്യാരക്ടറും. അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? ഇങ്ങനെ അതായത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ചിരി വരുന്നുണ്ട്. സത്യം ഭയങ്കര പാടായിരുന്നു. പുള്ളിക്കാരൻ എന്താ പറയാ പെർഫോം ചെയ്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ. പക്ഷെ അടിപൊളിയായിരുന്നു. അല്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൂജിതമായിട്ടുണ്ടായിരുന്നു കോമ്പിനേഷൻ സീൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ഒരു കെമിസ്ട്രി അല്ലെ, നിങ്ങളൊക്കെ സെറ്റിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്? സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോ സീൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കാരവാനിൽ ഇരിക്കാന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യും, കുറെ ചിപ്സ് ഓർഡർ ചെയ്യും, ഇതിരുന്ന് കഴിക്കും. പിന്നെ ഞങ്ങളുടെ റിസപ്ഷന്റെ ടേബിൾ ഉണ്ടല്ലോ, അവിടെ കുറെ പേപ്പർ വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇത് ബിങ്കോ കളിക്കുമായിരിക്കും. ബിങ്കോ അത് ഇത് എല്ലാ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കും. ആക്ഷൻ പറയുമ്പോൾ കടച്ചു വെച്ചിട്ട് ഓക്കെ ഹലോ സാർ വെൽക്കം സാർ ഇങ്ങനെയായിരുന്നു. ആ സത്യം. ഞങ്ങളിട്ട് ഞാനും രാധികയും പൂജിതയ്ക്കാണ് ഫുൾ അലമ്പിന്റെ ആൾക്കാർ. ഫുൾ ഒച്ചപ്പാട് ബഹളം. ഞങ്ങൾ ചിരിക്കാൻ അട്ടഹാസം ഇരിക്കും. ഒരു ദിവസം മുകളിൽ ഷൂട്ട് നടക്കണം. അപ്പൊ ഞങ്ങൾ താഴെ നിന്ന് പാമ്പും കൊണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തോ ലുഡോ എന്തോ കളിച്ചോണ്ടിരിക്കാം. അപ്പൊ ഞങ്ങളൊന്ന് ചിരിച്ച് ഭയങ്കര അട്ടഹാസമായി. സാർ അവിടെ നിന്ന് ഒന്നും മിണ്ടാണ്ടിരിക്കും, അതൊന്നും തീർത്തോട്ടെ. ഓ സോറി സാർ. കാരണം പുള്ളിക്കാരൻ ചീത്താറും ഞങ്ങൾ ഈ അട്ടഹാസം കാരണം. വേറെ ഒന്നിനും ചീത്തറിയില്ല കേട്ടാ, ഈ ഒച്ചപ്പാടും പാളത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചീത്തട്ടുള്ളൂ. അതുപോലെ തന്നെ സെറ്റിൽ ഞങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് നിങ്ങൾ എത്തിയോ, ഇനിയിപ്പോ സെറ്റൊക്കെ ഉണർന്നിട്ടുണ്ടാവും, ഇനിയിപ്പോ ഒരു ജിൽജിലായിട്ടുണ്ടാവും. ശരിക്കും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ സിനിമേനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കെമിസ്ട്രി ആ സിനിമയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാനൊരു ന്യൂ കമറാണ്. ഇവരൊക്കെ ഓൾറെഡി ഒരുപാട് സിനിമകൾ അഭിനയിച്ചേക്കുന്ന ആൾക്കാരാ. പക്ഷെ നമ്മൾ ചെന്ന ദിവസം തൊട്ട് ഇവർ ഭയങ്കര കമ്പനി ആയിരുന്നു നമ്മളെ അടുത്ത്. അതുകൊണ്ട് നമുക്ക് കോമ്പിനേഷൻ വരുമ്പോൾ നമുക്കൊരു ഇപ്പൊ രാധികേനെ ഞാൻ ഫസ്റ്റ് ആ ഷോട്ടിലാണ് കാണുന്നത്. പക്ഷെ ആ ഷോട്ടിലേ നമുക്കത് ഭയങ്കര വർക്കായി. ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഞങ്ങൾക്ക് തന്നെ ഭയങ്കര കൊള്ളാട്ടോ, നമ്മള് സെറ്റായി എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവര് ഞാൻ ന്യൂ കമറാണ്, ഞങ്ങൾ സീനിയർ ആണ്, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതെ അടിപൊളിയായിരുന്നു. അപ്പൊ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു ഡയലോഗ് തന്നെ സിനിമയുടെ അവസാനം വരെ പറയുന്നുണ്ട്. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിരുന്നു. ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്പായിൽ പോയപ്പോ ഞാൻ അവിടെ പോയപ്പോ ഞാൻ കാണിച്ചെടുത്തു, സർ ഇത് ഞാൻ ചെയ്തിട്ടുള്ള പടമാണ്, ഇത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇത്, കാരണം അത് മറക്കൂല. ഇപ്പോഴും പറയാൻ പറയും, ഇത് എന്റെ ഓർമ്മയിലുണ്ട്, ഇത് മറക്കേയില്ല. ഡയലോഗ് ഒന്ന് പറയോ? സോ മാം, ഇതാണ് മാമിന്റെ തെറാപ്പി റൂം. മാമിന് ഫ്രഷപ്പ് ആവുന്ന വാഷ്റൂം ഉണ്ട്. ഇതാണ് മാമിന്റെ അയ്യോ ഇതിപ്പോ നീയാണല്ലേ, ആളാണെങ്കിൽ വേറെയായിരുന്നു. സാർ ഇവിടെ ഞാൻ പറയാം, ഞാൻ ഒരു സാറായിട്ട് പറയാം. സാർ ഇതാണ് സാറിന്റെ തെറാപ്പി റൂം. സാറിന് ഫ്രഷപ്പ് ആണ്, ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടെ സാറിന് ഡിസ്പോസിബിൾ ബ്രീഫ് ആൻഡ് ടവൽ വെച്ചിട്ടുണ്ട്. സാർ റെഡി ആയിട്ടിരുന്നോളൂ, ഒരു 10 minutes തെറാപ്പിസ്റ്റ് എടുത്തു. ഹാവ് എ നൈസ് സെഷൻ സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നെയിം ഗുഡ് നൈറ്റ് ശ്രീലക്ഷ്മി. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗ് ഉണ്ടല്ലോ, ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതായത് നമ്മുടെ മനസ്സിൽ ആ ഡയലോഗ് ഇനി ഒരിക്കലും മറക്കണ്ടാവില്ല. ഇനി ഞാൻ വേറെ പടം ചെയ്താലും ഇതായിരിക്കും എന്റെ ഞാൻ മറ്റേ പോസ്റ്റർ എങ്ങനെ അടിക്കണം റൂമിൽ വെക്കാനായിട്ട്. മറ്റേ ഫ്രണ്ട്സിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ ടീഷർട്ട് ഒക്കെ ഇറക്കണം, അതുപോലെ ഇത് വെച്ചിട്ട് ഇറക്കണം. അതെ അല്ലെ. പിന്നെ ഈ നമ്മുടെ ഒരു ആദ്യമായിട്ട് ഇപ്പൊ ഒരു മറ്റേത് ടെലിവിഷൻ സ്ക്രീനിലാണ് ഇപ്പൊ ഒരു മറിമായ എന്നുള്ള ഒരു സീരിയൽ വരുന്നത്. തിയേറ്ററിൽ നമ്മുടെ ഒരു മുഖം തിയേറ്ററിൽ കണ്ട സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ്? ആദ്യമായിട്ടൊന്നും തിയേറ്ററിൽ ഒരു മുഖം തിയേറ്ററിനേക്കാൾ ഉപരി എന്റെ മറ്റേ പോസ്റ്ററിന്റെ ഞാൻ ഒരു റീൽ ചെയ്തപ്പോ തന്നെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റർ എന്റെ പോസ്റ്ററൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ വേറെ എന്താ പറയാ കുറെ നടന്മാരുടെയും കുറെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം പോസ്റ്റർ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി തിയേറ്ററിൽ ഫുൾ ഓഡിയൻസിന്റെ കൂടെ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഷോ ഷേണൈസിലായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യും കാലും ഇങ്ങനെ വിറച്ചിട്ട് വേണ്ടത്, കാരണം ഫസ്റ്റ് പടം. ഇതിന് മുമ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു സാധനമായിരുന്നു. അപ്പൊ ഇത് ത്രൂ ഔട്ട് ഉണ്ട്. ഞാനിപ്പോ ഒരു സീനിൽ മിസ്സായാലും ബാക്കി ഫുള്ള് ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടാവും, സീനിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതെന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു കൂടുതൽ കാണാനായിട്ട്. അപ്പൊ അവരൊക്കെ ഞാൻ മറ്റേ ഉദയനാനതാരത്തിൽ സലിംകുമാർ നോക്കൂലേ, അതുപോലെ ഞാൻ തന്നെയാണത്.
ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അപ്പനൊക്കെ വിളിച്ചു പറഞ്ഞു, അമ്മ എന്നെ അറിയാവുന്ന കുറെ പേര് വിളിച്ചു, നീ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി. അല്ല, നമ്മുടെ ഒരു ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. നമുക്ക് അത്രയും എല്ലാവരും കണ്ട അഭിപ്രായം പറയാം, അല്ലെങ്കിൽ നമ്മുടെ അത്രയും അടുത്ത ആളുകൾ നമ്മളിത് തിയേറ്ററിൽ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്പാ എന്ന് പറയുമ്പോഴേ ഈ ഒരു സിനിമ വന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങൾക്കും തെറ്റായ ധാരണകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതായിരിക്കും, അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റ്, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ സ്പാ എന്ന് കേട്ടപ്പോ, സ്പാ റിലേറ്റഡ് സിനിമ കേട്ടപ്പം ആദ്യം എന്താണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാ, ഇതൊരു നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് വിളിക്കുന്നത് എബ്രിഷൈനാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ച് മലമറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്കാരൻ എന്തായാലും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇതെങ്ങനെയാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരിക്കലും എന്താ പറയുക നെഗറ്റീവായിട്ട് എന്തായാലും കാണിക്കൂല എന്ന് നമുക്കറിയാം. ഇതിപ്പോ ആക്ഷൻ ഹീറോ ബിജു എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ പോലീസ് സ്റ്റേഷൻ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഒരു ദിവസം ആ സ്പായിൽ നടക്കുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പോർട്രേ ചെയ്തേക്കുന്നത്. അത് ആളുടെ വിഷ്വലിലുള്ള ഒരു സ്പായാണ്. ഇത് ചിലപ്പോ ഇത് ഇങ്ങനെയാണോ സ്പാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പാ ഉണ്ടോ, ഇത് ഒറിജിനൽ ആണോ, അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട. ഇത് എബ്രിഷൈന്റെ വിഷ്വലൈസേഷനിൽ പുള്ളിക്കാരന്റെ ഒരു ഇതിൽ എടുത്തേക്കുന്ന അതാണ്. ആള് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ഇത് എബ്രിഷൈൻ സ്പാ ആണ്. അതാണ് പറഞ്ഞത്. എന്റെ ഒരു ക്രിയേറ്റീവ് പുള്ളി തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഡയറക്ടറുടെ ഒരു ചോയ്സ് ഉണ്ടാവില്ല, നമുക്ക് ഒരു ചെയ്യണം. പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഫാൻസ് വേണമെന്നോ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് അഭിപ്രായം പറയണമെന്നല്ല. പുള്ളിക്കാരൊരു ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. സത്യം, ഞാനൊരു ഏതൊരു വീഡിയോന്റെ മെൻഷൻ ചെയ്യാൻ നോക്കിയപ്പോ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് പുള്ളിയുടെ ചോയ്സ് അല്ലെങ്കിൽ പുള്ളിയുടെ ആഗ്രഹം കൊണ്ടുവരിക, അല്ലെങ്കിൽ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ജോണർ ചെയ്യണം, ഇത് കഥ കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പുള്ളിക്കാരൻ കുറെ റിസർച്ച് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ പുള്ളിക്കാരനെ മാക്സിമം ഇപ്പൊ ഏത് മൂവി എടുത്താലും അതിലൊരു ഹ്യൂമർ ഉണ്ടാവും. ഇപ്പൊ 1983 ആണെങ്കിലും നമുക്ക് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണ്, നമ്മൾ കുറെ ചിരിച്ചിട്ടുണ്ട്. അതുപോലെ സ്പായിലും ഇപ്പൊ കണ്ട എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ഓരോ ക്ലയൻസും എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേനും എന്താ അവരുടെ ഓരോ എപ്പിസോഡായിട്ടാണല്ലോ കാണിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു വൾഗാരിറ്റി ഒന്നും ഫീൽ ചെയ്യാതെ എന്താ പറയാ ആസ്വദിച്ച് ചിരിച്ചിട്ടുണ്ട് എല്ലാവരും. അതെ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്പായിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ അവരുടെ മാനറിസംസ് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി ആണ്. ഓക്കെ, അത് ഷൂട്ട് കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പൊ അതിന് മുൻപ് എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ, ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ സംസാര രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞെന്നാണോ, എങ്ങനെയായിരുന്നു അതിന്റെ? ഇത് ആക്ച്വലി നമുക്ക് എന്നെ വിളിച്ചു ഇങ്ങനെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഇവിടെ ഒരു ശ്രുതി ഡോക്ടറിന്റെ ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഡോക്ടർ കാണിച്ചു തന്നു ഇങ്ങനെയാണ് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സുജി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലൊക്കേഷനിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കല്ല, ശരിക്കും തെറാപ്പിസ്റ്റുകൾക്കാണ് പുള്ളിക്കാരി കൂടുതൽ യൂസ് അയക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സാറ് പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട്, സാർ ആക്ട് ചെയ്ത് കാണിച്ചു തരും ലൈക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഇപ്പൊ എന്റെ കോമഡി സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇതിലും അടിപൊളിയായിട്ട്, എന്റെ മാത്രമല്ല കേട്ടോ, ഇപ്പൊ വിനീതേട്ടന്റെ ആണെങ്കിലും പ്രശാന്ത് ഏട്ടന്റെ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പുള്ളിക്കാരനെ ആക്ട് ചെയ്ത് കാണിച്ചു തരും. നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നേ ഉള്ളൂ. പുള്ളിക്കാരനാണ് കൂടുതൽ ഇപ്പൊ ഇതെങ്ങനെ വോയിസ് മോഡുലേഷൻ വേണം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ പറഞ്ഞുതരാം. അല്ല, അത് ശരിക്കും വലിയൊരു നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് അത് ആക്ട് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അഭിനയിക്കുന്നത്, നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിറ്റി വരും അതെങ്ങനെയാ ചെയ്യേണ്ടത്. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പൊ ശ്രീലക്ഷ്മി ഈ ഒരു ചെറുപ്പത്തിലോട്ട് വേറെ എങ്ങനെ അഭിനയം എന്നല്ല, അതായത് ഇപ്പൊ നൃത്തം അങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അംബിഷൻസ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ? ഞാൻ പണ്ട് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. 2 മാസം പോവും, പിന്നെ മറ്റേ വെറ്റിലടക്കം കൊടുക്കും, ദക്ഷിണ കൊടുക്കും, 2 മാസം പോവും, ഞാൻ നിർത്തും. അതെന്റെ ഡാൻസ് കളിക്കാൻ പോയി, അന്നും ദക്ഷിണ കൊടുക്കും. 2 ആഴ്ച 3 ആഴ്ച പോയി. പിന്നെ ഞാൻ നോക്കുമ്പോഴേ 3 ആഴ്ചയായിട്ട് അരമണ്ഡലത്തിൽ ഇരുത്തൽ മാത്രമേ ഉള്ളൂ, വേറെ സ്റ്റെപ്പും പഠിപ്പിക്കാനില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ നിർത്തും. പിന്നെ 1 മാസം കഴിയുമ്പോൾ അന്നൊന്നും കൂടി പോയി നോക്കാം, പിന്നെയും ദക്ഷിണ കൊടുക്കും, പിന്നെ നോക്കും അരമണ്ഡലത്തിൽ ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല, അപ്പൊ ഞാൻ അത് നിർത്തി. അല്ല, ഞാൻ ഇതുപോലെ പാട്ട് പഠിക്കാൻ പോയിട്ട് ഇതേപോലെയായിരുന്നു. അവസാനം +2 എത്തിയിട്ടാണ് പാട്ടിന്റെ അരങ്ങേരം നടത്തി. ഓരോ കുട്ടികളും ഓരോ സെക്ഷൻ വരും, അവരുടെ കൂടെ പിന്നെയും പഠിക്കും. ഇതന്നെ. പിന്നെ പാട്ട് പഠിക്കും മറ്റേ ഇത് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ മറ്റേ ഉടായ്പ കാണിച്ച് ഇങ്ങനെ സൗണ്ട് മാത്രം ഉണ്ടാക്കണം. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ട് കാര്യം മറ്റേ സൗണ്ട് ഇല്ല, ഇങ്ങനെ അടിച്ചിട്ട് അത് വേണം, അതെനിക്ക് പറ്റില്ല, എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പാട്ട് വേണ്ട, പാട്ടും വേണ്ട, ഡാൻസ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എങ്ങനെയാണ് ഈ അഭിനയത്തിലോട്ട് എത്തുന്നത്? അതായത് ഇപ്പൊ കലോത്സവങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു സിനിമയിലൊക്കെ വരുന്നത്? ഞാൻ ഞാനൊരു 6 7 പഠിക്കുമ്പോൾ നമ്മുടെ ഡിവോഷണൽ ആൽബം ഉണ്ടല്ലോ, അതൊക്കെ 1 2 ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് ഫുൾ മറ്റേ ഗ്രൂപ്പ് ഡാൻസ് ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. 10ാം ക്ലാസ് +2 വരെ ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. അതുപോലെ തന്നെ മറ്റേ ഉപജില്ല അതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പോവായിരുന്നു. ഡാൻസും പിന്നെ ചെറുതായിട്ട് നാടകവും
അതൊക്കെ. നാടകം. പിന്നെ കോളേജൊക്കെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അലമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് പിന്നെ വേറെ പരിപാടി ഒന്നുണ്ടല്ലോ. പിന്നെ നേരെ വരുന്നത് മറിമായത്തിലേക്കാണ്. മറിമായല്ലേ. പിന്നെ മറ്റേ വ്ളോഗിങ് ചെയ്യുമായിരുന്നു. ആ ആ ആ. അത് മറ്റേ കൊറോണയ്ക്ക് മുമ്പോട്ട് വ്ളോഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ മറിമായം എടുത്ത് പറയുകയാണെങ്കിൽ മറിമായത്തിൽ പറയണെങ്കിൽ ഇപ്പൊ പല എപ്പിസോഡ്സും നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ഒരു നമ്മളെ ഓൺലൈൻ മീഡിയ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയനെ ട്രോളിട്ട് അതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കറന്റ് നടക്കുന്ന സിറ്റുവേഷൻസ് ആണല്ലോ എപ്പോഴും മറിമായത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ മറിമായത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? മറിമായ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോവാനായിട്ട്. കാരണം എല്ലാവരും ഇതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ്. നമുക്കൊരു ഫാമിലി പോലെ തന്നെയാ. ഇപ്പൊ എല്ലാവരും നല്ല പരിചയമായി. അവരിപ്പോ മൂവി കണ്ടിട്ട് വിളിക്കും, ഇങ്ങനെ ചേട്ടാ മൂവി കണ്ടിട്ടാ കാണോട്ടാ. അപ്പൊ അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ. ഇപ്പൊ അവിടെ പോയാലും എന്നെ ഭയങ്കര കംഫർട്ട് ആക്കി. പക്ഷെ ഫസ്റ്റ് ടൈം പോകുമ്പോ ഇവര് ഓൾറെഡി ഇത്ര വർഷമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നോക്കിയപ്പോൾ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ലൈക് ഫുൾ ഡയലോഗ് വൈസ് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ത്രെഡ് പറയും, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇന്ന് ഇതാ ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. പിന്നെ ഇവരിരുന്ന് ഇംപ്രൂവൈസ് ചെയ്യുന്ന ഡയറക്ടറും ആക്ടേഴ്സും കൂടി ഇംപ്രൂവൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റത്തെ എപ്പിസോഡൊക്കെ എടുത്ത് കാണാം, എനിക്ക് ഒരു ഡയലോഗ് ഞാൻ മിണ്ടാണ്ടിരിക്കുക. എനിക്ക് ഇവരുടെ പെർഫോമൻസിൽ എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ വെറുതെ സ്ക്രീനിലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവര് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഇങ്ങനെ നിന്നെ തോണ്ടാം, അപ്പൊ നീ ഇത് പറഞ്ഞോ, ഞാൻ നിന്നെ പേര് വിളിക്കാം, അപ്പൊ നീ ഇത് പറഞ്ഞോ. അങ്ങനെ ഇവരെനിക്ക് ഡയലോഗ് പറഞ്ഞു തരാൻ തുടങ്ങി. ഇപ്പൊ നല്ല രീതിക്ക് കംഫർട്ടായി. നമുക്കും കുറച്ചൊക്കെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പറ്റുന്നുണ്ട്. അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ രചന നാരായണൻകുട്ടി ഉണ്ടായിരുന്നു ഒരു സമയത്ത്, പിന്നെ സ്നേഹ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ പിന്നെ കുറെ ആർട്ടിസ്റ്റുകൾ, ലേഡി ആർട്ടിസ്റ്റുകൾ കുറവാണ്. പക്ഷെ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശ്രീലക്ഷ്മി വന്നപ്പോ അതിലൊരു വേറൊരു തല വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ല ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴേ അത് കറക്റ്റ് ആപ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ആ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ശ്രീലക്ഷ്മിനെ കണ്ടപ്പോഴേ ശരിക്കും നമ്മുടെ ഒരു വൈബ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് കുറച്ച് കുസൃതി ചോദ്യങ്ങളാവാം അല്ലെ. ഇത്ര നേരം കുറെ എന്താ പറയാ സിനിമയുടെ കുറെ ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിച്ചു. കുറച്ച് മടുത്തു. നമുക്ക് മാത്രം തോന്നുള്ളൂ ഇന്റലക്ച്വൽ. ഇത് കാണുന്ന മിക്കവാറും പ്രേക്ഷകർ പറയും ഇത് ഏത് 2 തൃശ്ശൂർ. മിക്കവാറും അത് പറയും, ഉറപ്പാണ്. അപ്പം ഇത് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുഴപ്പമില്ല. ഇല്ല, ഓക്കെ. ആദ്യത്തെ, സ്വന്തമായി കസേരയുള്ള മാൻ. സ്വന്തമായി കസേരയുള്ള മാനോ? അല്ല ഓപ്ഷൻ തന്നെ. ഓപ്ഷൻ എ. ഓപ്ഷനൊക്കെ പോസ്റ്റ്മാനാ? പോസ്റ്റ്മാൻ അല്ല. സ്വന്തമായി കസേര. ഒന്ന് ആലോചിച്ച് നോക്ക്. കസേരയുള്ള മാൻ. എന്താ കറക്റ്റാണ് പറഞ്ഞത്. നീ കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. കൂട്ടി പറയോ? മാഞ്ചേറ. അയ്യോ എന്താണ്? ഒരാൾ ഇവിടെ. അടുത്തത് എന്റെ ഐഡിയ പോയി. എന്റെ ഐഡിയ. ആരും കൂട്ടാത്ത കറി. പണ്ട് പറയായിരുന്നു കറി. മീൻകറി എന്നൊന്നും പറയരുത്. ലൈഫ് ലൈൻ. പച്ചക്കറി, മീൻകറി. വേണ്ട, ഇനി അടുത്ത ക്രോർപതി. പച്ചക്കറി, മീൻകറി. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ക്ലൂ ആണോ? ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ബേക്കറി. അടിപൊളി. ചളിയായി പോയത്. എത്ര കഷ്ടപ്പെട്ടു ഉത്തരം കണ്ടുപിടിക്കാം. ഇനി കുറച്ച് സിനിമയെ പറ്റിയിട്ടാവാം. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ. എനിക്കൊന്നും കിട്ടണല്ലോടാ. റിയാക്ഷൻ. ക്ലൂ. ഇത് ക്ലൂ പറഞ്ഞാൽ വേഗം കിട്ടും. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇഞ്ചക്ഷനാ? അസുഖം വരുമ്പോ നമ്മളിങ്ങനെ തേക്കാറുണ്ട്. എന്ത്? അതായത് നമ്മൾ ഇവിടെ തേക്കും, ഇവിടെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. സിനിമകളില്ലാത്ത ആക്ഷൻ. വിക്സ് ആക്ഷനാ? വിക്സ് ആക്ഷൻ 500. ഏത് സൈറ്റാണ്? 101 കുസൃതി. ഒരുപാട് കഷ്ടപ്പെട്ടു. അടുത്തത്, എല്ലാരും ബഹുമാനിക്കുന്ന തല.
എല്ലാരും ബഹുമാനിക്കുന്ന തല. ആ ബുദ്ധി ഉപയോഗിക്കും. എല്ലാരും ബഹുമാനിക്കുന്ന തലേ. ആ പല തലകളുണ്ടാവും. തല തല ആ തലയല്ല. ആ തല. വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരൂ. ചോമേ. ആ ആ അതിന്റെ കൂടെ ചുമതല. സ്വയം ചോദ്യം ചോദിച്ച് സ്വയം ഉത്തരം പറഞ്ഞിട്ട് എന്തൊരു സന്തോഷം. ഇത്രയും ഗതികെട്ടാണ് ആരും നേരത്തെ എനിക്ക് പറഞ്ഞ ചിരി വന്നത് ചെയർ മാൻ ചെയർ. എനിക്ക് മാൻകരാട്ടതൊക്കെ ഓർമ്മ വരുന്നത്. അടുത്തത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. അയ്യോ. സിമ്പിൾ. പെയിൻ. ആ പെയിൻ. പെയിൻ. പെയിൻ പകുതി പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ ഒരു സംഭവം കൂടി ഉണ്ട്. പെയിൻ. ഇത്രയും ഞാൻ പറഞ്ഞില്ലേ. സ്പെയിൻ. എന്തൊരു അഭിനയം. അത് ഇവിടെ തിരിഞ്ഞപ്പോഴാ ഒരു രസ് കിട്ടിയത്. ആ ഇനി അടുത്തത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? ഇതൊക്കെ പണ്ടത്തെ question. പറഞ്ഞോ. എങ്ങനത്തെ ചോദിക്കും. അടുത്തത് പറക്കാൻ പറ്റാത്ത കിളി. ഇക്കിളി. ബസ്സിലെ കിളി. റേഞ്ച് മാറി. അവസാനത്തെ ചോദ്യം. കണ്ട ഞാൻ ജയിക്കാറ്. ക്വസ്റ്റ്യൻ നിർത്തി ചോദിച്ചോ. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി. ആ വിപണി. ആ ചക്കിട്ടപ്പം മുതൽ ഞാൻ ആരേട്ടാ. അപ്പൊ ഈ സൂപ്പർ സൂപ്പർ. സെക്ഷനിൽ എത്ര മാർക്ക് കൂടി? 8, 9, 10. 10 മാർക്ക് കൂടി. ഞാൻ ചോദ്യം ചോദിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നു. സംതൃപ്തം. അതെ സംതൃപ്താണല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്ര നേരം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പൊ നമുക്കുണ്ടല്ലോ ഒരു സിനിമ ചെയ്യുമ്പോഴേ നമുക്കൊരു ഡ്രീം, നമുക്കൊരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടാവും. ഇപ്പൊ ആദ്യമായിട്ടൊരു സിനിമ ചെയ്തു, സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു പടി നമ്മൾ സിനിമകളിലോട്ട് വരണം തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും? തോന്നുന്നതേ എന്റെ ഇച്ചിരി റൊമാൻസ് നാട്ടുകാർ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ആരെയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഇച്ചിരി റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കും. പാട്ട് എന്തെങ്കിലും പാടും? നേരത്തെ പാട്ട് പഠിച്ചിരുന്നല്ലോ. വേണ്ട. ഒരു വരി പാടാം. ഏയ് വേണ്ട. എന്റെ കൂടെ ഞാൻ എന്തിനാ തോന്നുന്നത്? അപ്പൊ ഇപ്പൊ എനിക്ക് ശ്രീലക്ഷ്മിനെ കണ്ടപ്പോ ഭയങ്കര വൈബായിട്ടുള്ള ക്യാരക്ടർ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് റാപ്പിഡ് ഫയറിലോട്ട് കൂടി പോവാം. നല്ലത് കുറച്ച്. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഒരു വെജിറ്റബിൾ ബിരിയാണി ഓർ സദ്യ. സദ്യയാണ്. നല്ല ചൂട് ചോറും സാമ്പാറും ക്യാബേജ് ഉപ്പേരും പപ്പടം അച്ചാറും. ഓഫ് വായന്ന് വെള്ളം വരുന്നുണ്ട്. സത്യം. കുക്ക് ചെയ്യാനൊക്കെ അറിയോ? അത്യാവശ്യം അറിയാം. അപ്പൊ നമ്മളുടെ ചോറും കറിയും പരിപാടിയൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് ഇഷ്ടം. സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെ? സാമ്പാർ പലരും പല രീതിക്ക് ഉണ്ടാക്കും. എൻ്റെ അമ്മ മറ്റേ സൂപ്പർ സാമ്പാർ ഉണ്ടാക്കും, മറ്റേ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ഐഡിയ പറയാം. സിമ്പിൾ. ഞാൻ ഒന്നെങ്കിൽ ഫസ്റ്റ് പരിപ്പ് ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് പരിപ്പിൽ ഉരുളക്കിഴങ്ങും പിന്നെ എന്താ ബാക്കി മറ്റേ വേവാൻ ബുദ്ധിമുട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇടും. അതെന്ത് ബുദ്ധിമുട്ടാ? അത് മറ്റേ കുമ്പളങ്ങയും പിന്നെ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുള്ള പച്ചക്കറിയൊക്കെ അതും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വിസിലടിക്കും. ഇപ്പുറത്ത് ഞാൻ ഈ അടുത്ത് കണ്ടേക്കണ ഒരു മറ്റേ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പരിപാടിയാണ്. മറ്റേ എണ്ണയിടുക, മറ്റേ സവോള, വെണ്ടയ്ക്ക, തക്കാളി ഇതൊക്കെ വഴറ്റുക, പിന്നെ എല്ലാ പൊടികളും ഇടുക, സാമ്പാർ പൊടി ഒക്കെ ഇടാം. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇതിടുക, കടുക് താളിക്കുക. ഇത്രയും പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അടിയിൽ ഇത് നമുക്ക് ഷോർട്സ് ആയി ഇടാം. ഉപ്പിടണം. ഷോർട്സ് നമ്മൾ കണ്ടിട്ടില്ല, ഒരു ആർട്ടിസ്റ്റ് സാമ്പാർ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ടാ മതി. സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അങ്ങനെ നമുക്ക് ഇടാം. സത്യം. പിന്നെ അടുത്തത് സമ്മർ ഓർ വിന്റർ? വിന്റർ ആണ് ഇഷ്ടം. അതെന്താ കാരണം വിന്റർ ഇഷ്ടപ്പെടാൻ? അതെന്താ വെച്ചാല് ഞാൻ കുറച്ചാൾ പുറത്തുണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ മറ്റേ സ്നോഫോളും പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടം. ഇവിടെ പുറത്ത് UK, കാനഡ, ജർമ്മനി എന്ത് പഠിക്കാനായിട്ട് പഠിക്കാൻ പോയതാ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അവിടുന്ന് ആ ഒരു സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ സിനിമയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത്? മറ്റേ നമ്മളുടെ പഠിപ്പും പാർട്ട് ടൈമും മറ്റേ ദുരിതപൂർണ്ണം മറ്റേ ഡിപ്രഷനും എല്ലാം അടങ്ങി എനിക്ക് മടുത്തു എന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ. എന്നാ എനിക്ക് ഈ ചെയ്യുന്ന പരിപാടി ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ സംസാരം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്.
അപ്പോൾ എന്താ പറയാ, അവിടുന്ന് ഭയങ്കര വിഷമായിട്ട് ഞാൻ അവിടെ നിർത്തി ഇങ്ങോട്ട് പോകുന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അപ്പൊ ഇവിടെ കുറച്ചുകൂടി നമുക്ക് അല്ലെ, അതായത് നമുക്ക് നമ്മുടെ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എല്ലാരും പറയുന്നത് ഇവിടെ പറ്റുന്നില്ല, എല്ലാരും പുറത്തോട്ട് പോകാനാണല്ലോ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നോളൂ. അനുഭവം കൊണ്ട് പറയാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അനുഭവം കൊണ്ട് പറയാം. കുറെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരാനൊക്കെ ഉണ്ടാവും. മതിയായി ഈശ്വര, ഇപ്പൊ ഇവിടുന്ന് പോകുന്നവരൊക്കെ ഇത് കേൾക്കും. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോട്ടെ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ, എന്നിട്ട് വേണേ തിരിച്ചു വന്നോളാം. ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസിനാക്കി തിരിച്ചു. അതെ, ഇനി കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യ, മറിമായം ഓർ സ്പാ? നിന്നോട് ഞാൻ എന്ത് ചെയ്തു ചോദിക്കാൻ. മറിമായം ഓർ സ്പാ? ടൈ. അതില്ലെങ്കിൽ ഇതുണ്ടാവില്ല. അതുപോലെ അങ്ങോട്ട് പോകും വേണം, രണ്ടും വേണം. പിന്നെ അതുപോലെ തന്നെ പാട്ട് ഓർ ഡാൻസ്, അല്ലെങ്കിൽ സിംഗിങ് ഓർ ഡാൻസിങ്? മറ്റേ ഡപ്പാങ്കൂത്ത് ഡാൻസ്. അങ്ങനെയുണ്ട്. തുള്ളാൻ ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ഡപ്പാങ്കൂത്ത് പാട്ട് ഫാസ്റ്റ് നമ്പർ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എക്സ്ട്രോവേർട്ട് ആണെന്ന് അറിയാം, കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആടാ. ആണോ? ഞാൻ എനിക്കറിയില്ല. ഞാൻ ഇതിന് അടുക്ക് എന്തൊരു സാധനമില്ലേ, ആംബിവേർട്ട് എന്തോ സാധനം ഉണ്ട്. ആംബിവേർട്ട് ആണ്. ഓ, അങ്ങനെയാണ്. എന്നെ കാണാനൊക്കെ പറഞ്ഞ ഞാൻ എക്സ്ട്രോവേർട്ട് ആന്ന്, പക്ഷെ എന്റെ തോന്നൽ ഞാൻ ഇൻട്രോവേർട്ട് ആന്ന. ഹോം ഓർ ഫ്ലാറ്റ്, അങ്ങനെ പറയാലോ നമുക്ക്. വീട് വേണോ ഫ്ലാറ്റ് വേണോ? ഞാൻ വാങ്ങിക്കുകയാണെങ്കിലാ രണ്ടും. ഏതായിരിക്കും കുറച്ചുകൂടി ഇഷ്ടം? താമസിക്കാൻ എനിക്ക് ഇപ്പൊ ഇഷ്ടം എനിക്ക് ഫ്ലാറ്റാ. അതാകുമ്പോ, കാരണം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണം എന്താ പറയാ, നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവുമല്ലോ, സേഫ് ആയിരിക്കുമല്ലോ ഫ്ലാറ്റ് ആവുമ്പോൾ. അതുകൊണ്ട് അതായിരിക്കും. അല്ലെങ്കിൽ വീട്. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും പറയും, അതായത് പലർക്കും ഇപ്പൊ സിറ്റിയിലുള്ള ആളുകൾ പറയും നാട്ടിൻപുറത്ത് താമസിക്കാനാണ് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ, അവിടുത്തെ എന്താണ് കാറ്റ്, പ്രകൃതി എന്നൊക്കെ പറയും. അതെ. അപ്പൊ നാട്ടിൻപുറമുള്ള ഒരു ഏരിയ ആണോ അല്ലെങ്കിൽ സിറ്റി ആണോ കുറച്ചും കൂടി കൂടുതൽ? കേൾക്കണത് തെറിവിളിക്കായിരിക്കും, എന്നാലും എനിക്ക് സിറ്റി ഇഷ്ടം ആണ്. അപ്പൊ ശരിക്കും നാട്ടിൻപുറത്താണല്ലോ കൊടുങ്ങല്ലൂർ ഭാഗം എന്നൊക്കെ പറയുമ്പോ, അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി ഇഷ്ടം സിറ്റി തന്നെയാണ്? എനിക്ക് എന്തോ സിറ്റി ഇഷ്ടമാണ്. അപ്പൊ ശ്രീലക്ഷ്മി, അപ്പൊ ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഇനിയും സിനിമകളിലൊക്കെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ താരോദയം വന്നിരിക്കുകയാണ്. നല്ല രസം കേൾക്കാൻ. അല്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോ ഇനി നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത ഇന്റർവ്യൂവിനും കാണാം അല്ലെ, അടുത്ത സിനിമകളുടെ പ്രൊമോഷനൊക്കെ ആയി ബന്ധപ്പെട്ട്. വളരെയധികം നന്ദി ശ്രീലക്ഷ്മി. താങ്ക് യു സോ മച്ച്.